ഒരാൾ മയ്യിത്ത് നമസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇനി പറയുന്ന നിബന്ധനകൾ അയാൾ പാലിക്കണം. നീയത്തോടെയായിരിക്കണം. ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലക്ക് നേരെ തിരിയണം. സത്റുൽ ഔറ, ഔറത്ത് മറക്കണം. ത്വഹാറ, ശുദ്ധിയുള്ളവനാകണം. ഇജ്തിനാബുൻ നജാസ, നജസില്ലാത്തവനായി മാറണം. ഇസ്ലാമോ നിസ്കരിക്കുന്നവനും മയ്യിത്തും മുസ്ലിമായിരിക്കണം. ഹുദൂറുൽ ജനാസ, ജനാസ അവിടെ ഉണ്ടായിരിക്കണം. മുക്കല്ലിഫൻ, പ്രായപൂർത്തിയെത്തിയ ആളായിരിക്കണം. ഇവരൊക്കെ ആ നിബന്ധനകൾ പാലിക്കേണ്ടവരാണ് എന്നർത്ഥം. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ അവന്റെ നിസ്കാരം സ്വീകരിക്കൂല. കുറെ ആൾക്കാരുണ്ട്, ഇമാമ് വരെ കയറി നിൽക്കും. മയ്യിത്ത് നമസ്കാരത്തിന് അവർ കയറി ചാടിക്കേറി ഇമാമ് നിൽക്കും. മയ്യിത്ത് നമസ്കാരത്തിന്റെ പ്രാർത്ഥന അറിയില്ല, മിണ്ടാതെ നടക്കണോണ്ട് ആർക്കും അറിയില്ല. തക്ബീർ കെട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഇനി എന്താന്ന് അറിയില്ല. ഒന്ന് നല്ലോണം ആലോചിച്ചോ. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ അവന്റെ നിസ്കാരം സ്വീകാര്യമല്ല. ഒന്ന്, അൽ ഖിയാമു ഫിഹാ, നിന്നുകൊണ്ട് നിസ്കരിക്കണം. രണ്ട്, അത്തക്ബീറാത്തുൽ അർബഅ, 4 തക്ബീറുകൾ ചൊല്ലണം. 3, ഖിറാഅത്തുൽ ഫാത്തിഹ, ഫാത്തിഹ ഓതിയിരിക്കണം. 4, അസ്സലാത്തു അലൻ നബി, നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. 5, അദ്ദുആഉ ലിൽ മയ്യിത്തി, മയ്യിത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അത്തർതീബ്, ക്രമപ്രകാരം ചെയ്യണം. 6, അത്തസ്ലീം, സലാം വീട്ടേണ്ട സമയത്ത് സലാം വീട്ടണം. ഈ കാര്യങ്ങൾ ആ നമസ്കാരത്തിന്റെ അടിയന്തിര ഘടകമാണ്. ഇനി നമസ്കാരത്തിന്റെ പൂർണ്ണമായ സുന്നത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവനാണെങ്കിൽ ഓരോ തക്ബീറിനും കൈകൾ ഉയർത്തുക. സൂറത്ത് ഓതുന്നതിന്റെ മുമ്പ് ഇസ്തിആദത്ത് പ്രാർത്ഥിക്കുക. മുസ്ലിമീങ്ങൾക്കും തനിക്കും മയ്യിത്തിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ പതുക്കെയായി ഖുർആൻ പാരായണം ചെയ്യുക. 4ാമത്തെ തക്ബീറിന് ശേഷം ഒരൽപ്പം നിൽക്കുക, മൗനം പാലിക്കുക. വലത് കൈ ഇടത് കൈയിന്റെ മേലെ വെക്കുക. അതുപോലെ തന്നെ സലാം വലതു ഭാഗത്തേക്കെങ്കിലും സലാം വീട്ടുക എന്നത് അതിന്റെ സുന്നത്തുകൾ ലഭിക്കാനുള്ള കാരണമാണ്. ഇനി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക, നമ്മൾ കൃത്യമായി ഇത്രയും ആത്മാർത്ഥമായി നിർവഹിക്കുന്ന ഈ നമസ്കാരത്തിന്റെ കാര്യം നമുക്ക് ശരിക്കറിയുമോ? ഇത് വേറെ ഒരാളോട് ചോദിക്കാൻ പറ്റൂല. നമ്മളോടെ ചോദിക്കേണ്ടത്, ഓരോ മഹല്ലിലും ഓരോ ദിവസവും എത്ര ജനാസ നമസ്കാരം വരുന്നു? ആ നമസ്കാരത്തിൽ പങ്കെടുത്ത് പറയേണ്ടുന്ന പ്രാർത്ഥന പഠിച്ചിട്ടുണ്ടോ? വേണ്ട. സ്വന്തം പിതാവിന്റെ മാതാവിന്റെ ജനാസയുടെ മുമ്പിൽ നിന്ന് നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആ പറയുന്ന പ്രാർത്ഥന ആ സമയത്ത് എണീറ്റ് പഠിച്ച നിങ്ങൾക്ക് പഠിയാൻ പോണില്ല. നിങ്ങൾ ഏത് ആപ്പ് ഡൗൺലോഡ് ചെയ്താലും ആ സമയത്ത് ചാടി എഴുന്നേറ്റ് വേഗത്തിൽ പഠിച്ചാൽ ബേജാറ് കൊണ്ട് പഠിക്കാൻ പറ്റിയ ഒന്നല്ലത്.